നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ട്രംപ് തന്റെ രണ്ടാം ടേം ആരംഭിക്കുമ്പോൾ ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണം സംബന്ധിച്ച ചോദ്യം വീണ്ടും ആശങ്കയോടെ ഉയർന്നു വരികയാണ്. മുൻ ഭരണകൂടങ്ങൾക്ക് കൈവരിക്കാൻ കഴിയാത്തൊരു ലക്ഷ്യമായ ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണം പിന്തുടരാനുള്ള ട്രംപിന്റെ പ്രതിബദ്ധത വൈറ്റ് ഹൌസ് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത US വിരുദ്ധ നയം നടപ്പാക്കുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വൻതോതിലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ മിസൈലുകൾ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് പെന്റഗൺ വക്താവ് അറിയിച്ചത്. കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് വടക്കേ അമേരിക്കയിലേക്ക് ആണവ മിസൈൽ തൊടുത്തുവിടാൻ കഴിയുമെന്നും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കടുത്ത US വിരുദ്ധ നയം നടപ്പാക്കുമെന്നും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പറഞ്ഞിരുന്നു. ഇത് നടപ്പിലാക്കുക തന്നെയാണ് ഇപ്പോൾ ഉത്തര കൊറിയ. പഴയ മോഡലുകളെക്കാൾ വേഗത്തിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഉത്തര കൊറിയയുടെ ഹാസോങ് 19 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നിരുന്നു. ഇതേസമയം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി അയൺ ഡോം ശൈലിയിലുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന്റെ പദ്ധതിയിലുണ്ട്. പുതിയ മിസൈൽ ട്രാക്കിംഗ്, ഇന്റർസെപ്ഷൻ സംവിധാനങ്ങളുടെയും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് ഇവയെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകളുടെയും ഉൽപാദനവും വിന്യാസവും ത്വരിതപ്പെടുത്താൻ പെന്റഗണിന് കഴിഞ്ഞ മാസം ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ അലാസ്കയിലെ ഫോർട്ട് ഗ്രീലിയിലും കാലിഫോർണിയയിലെ വാൻഡർബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലും 40-ലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഉത്തര കൊറിയയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണത്തെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തര കൊറിയയുമായി ഒരു സമാധാന ബന്ധത്തിന് തുടക്കം കുറിക്കാൻ പ്രസിഡന്റ് ട്രംപ് ആവുന്നതും ശ്രമിച്ചിരുന്നു. പക്ഷേ പണ്ടേ അമേരിക്കൻ നയങ്ങളോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ. അതുകൊണ്ട് അമേരിക്കയുടെ വലയിൽ വീഴാൻ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അനുസരിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാതെ പലതവണയായി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുകൾ പരോക്ഷമായി നൽകുകയാണ് കിം ജോങ് ഉൻ. അമേരിക്കയ്ക്ക് നേരെ വന്നു വീഴാൻ കെൽപ്പുള്ള ഒരു മിസൈൽ ഉത്തര കൊറിയയിൽ ഒരുങ്ങുന്നതിൽ കാര്യമായ ഭീതിയിലാണ് അമേരിക്ക എന്നാണ് പെന്റഗൺ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞത്. പെട്ടെന്നൊരാക്രമണമുണ്ടായാൽ അത് കാര്യമായ പ്രത്യാഘാതങ്ങൾ തന്നെ അമേരിക്കയ്ക്ക് നൽകും. പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം കിം തന്റെ തന്ത്രപരമായ ആയുധ പരീക്ഷണങ്ങളെ ഗവേഷണ വികസനത്തിൽ നിന്ന് സീരിയൽ ഉൽപാദനത്തിലേക്കും ഫീൽഡിംഗിലേക്കും മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ അയൺ ഡോം സൃഷ്ടിക്കും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് നിറവേറ്റാൻ ഈ പറഞ്ഞ കാര്യം നിറവേറ്റാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അമേരിക്കയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉത്തര കൊറിയ ഓരോ നീക്കങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയൺ ഡോം എത്രയും വേഗം തന്നെ പ്രാബല്യത്തിൽ വരും. ഉത്തര കൊറിയയിൽ നിന്നും വരുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്നതിനും തടയുന്നതിനുമുള്ള പുതിയ സംവിധാനങ്ങളുടെ ഉൽപാദനവും വിതരണവും ത്വരിതപ്പെടുത്തുമെന്നും വിക്ഷേപിക്കുന്നതിനു മുൻപ് അവയെ പരാജയപ്പെടുത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് കഴിഞ്ഞ മാസം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഉത്തര കൊറിയയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ആക്രമണത്തിൽ നിന്ന് പ്രാഥമികമായി പ്രതിരോധിക്കുന്നതിനായി അലാസ്കയിലെ ഫോർട്ട് ഗ്രീലിയിലെയും കാലിഫോർണിയയിലെ വാൻഡർബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലുമായി 40-ലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകളുടെ കപ്പൽ കൂട്ടത്തെയാണ് അമേരിക്ക വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ അമേരിക്ക തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു എന്ന ആരോപണവും ഉത്തര കൊറിയ ഉന്നയിച്ചിരുന്നു. കൊറിയൻ ഉപദ്വീപിൽ ഒരു അമേരിക്കൻ ആണവ അന്തർവാഹിനിയുടെ സാന്നിധ്യം കണ്ടതിൽ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഏറ്റുമുട്ടലിനുള്ള അമേരിക്കയുടെ മാറ്റമില്ലാത്ത ഒരു ഭ്രാന്തിന്റെ വ്യക്തമായ പ്രകടനമാണ് ഇതെന്നാണ് സംഭവത്തെക്കുറിച്ച് ഉത്തര കൊറിയൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. കൊറിയൻ ഉപദ്വീപിന് ചുറ്റുമുള്ള മേഖലയിലെ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിനെ യഥാർത്ഥ സായുധ സേനാ സംഘട്ടനത്തിലേക്ക് നയിച്ചേക്കാവുന്ന അമേരിക്കയുടെ ശത്രുതാപരമായ സൈനിക നടപടിയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. അമേരിക്ക അധികാരത്തിലൂടെ നേടിയെടുക്കുന്ന ആധിപത്യത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന ഒരു ആധിപത്യ സ്ഥാപനമാണെന്നും
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അതിന്റെ മാറ്റമില്ലാത്ത ദേശീയ നയമായി കണക്കാക്കുന്ന ഏറ്റവും പിന്തിരിപ്പൻ രാഷ്ട്രമാണെന്നുമാണ് കിം യുഎസിനെ വിശേഷിപ്പിക്കുന്നത്. യുഎസ് ദക്ഷിണ കൊറിയ ജപ്പാൻ പങ്കാളിത്തം ആണവ സൈനിക സംഘമായി വികസിക്കുകയാണെന്നും കിം കുറ്റപ്പെടുത്തുന്നു. പ്രകോപനക്കാരെ ശിക്ഷിക്കാനുള്ള നിയമപരമായ അവകാശം ഉത്തര കൊറിയ ഒരു മടിയും കൂടാതെ ഉപയോഗിക്കുമെന്നും ശക്തമായ താക്കീത് അമേരിക്കയ്ക്ക് നൽകുകയാണ് കിം ജോങ് ഉൻ. മാത്രമല്ല, അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ ഉത്തര കൊറിയൻ ഉപദ്വീപിലെ സമാധാനത്തിന് ഭീഷണിയാണെന്നാണ് രാജ്യം വാദിക്കുന്നത്. ഉത്തര കൊറിയയ്ക്കെതിരെ നീങ്ങാനുള്ള പദ്ധതികളാണ് ഇരുകൂട്ടരും തമ്മിൽ തയ്യാറാക്കുന്നതെന്നും ഉത്തര കൊറിയ ആരോപിച്ചു. ഫെബ്രുവരി 9 ഉത്തര കൊറിയയുടെ അതിർത്തിയിൽ നിന്ന് വെറും 16 മൈൽ അകലെ അമേരിക്കയും ദക്ഷിണ കൊറിയൻ സഖ്യകക്ഷികളും നടത്തിയ അഭ്യാസ പ്രകടനങ്ങളിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഉത്തര കൊറിയ മുന്നറിയിപ്പും നൽകുന്നു. അധികാരത്തിൽ ഏറിയതിനു ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി നേരിട്ടുള്ള ചർച്ചകൾക്കായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊരു താൽപ്പര്യവും ഇതുവരെ ഉത്തര കൊറിയ പ്രകടിപ്പിച്ചിട്ടില്ല. ആദ്യ ടേമിലെ അവസരവും ട്രംപ് ഉപേക്ഷിച്ചിരുന്നില്ല. അന്ന് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി 2018-നും 2019-നും ഇടയിൽ 3 തവണയായി ട്രംപ് കിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 1953-ലെ യുദ്ധത്തിനു ശേഷം ഉത്തര കൊറിയൻ മണ്ണിൽ കാലുകുത്തുന്ന ആദ്യത്തെ സിറ്റിംഗ് അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പക്ഷേ നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഒന്നും തന്നെ ട്രംപ് കണക്കുകൂട്ടിയതുപോലുള്ള നിർണായക തീരുമാനങ്ങളൊന്നും നടപ്പിലായിരുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ നയങ്ങളോടുള്ള ഉത്തര കൊറിയയുടെ നിലപാടിൽ ലവലേശം മാറ്റങ്ങളൊന്നും വന്നിട്ടുമില്ല. ഗാസ മുൻപ് പിടിച്ചടക്കി 20 ലക്ഷത്തിലധികം വരുന്ന പലസ്തീനികളെ പുറത്താക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദിഷ്ട പദ്ധതിയെ തുടർന്ന് അമേരിക്ക കൊലപാതകവും കൊള്ളയും നടത്തിയതായാണ് ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മാധ്യമം ആരോപിച്ചത്. ലോക ആധിപത്യത്തിനായുള്ള അമേരിക്കയുടെ ആധിപത്യപരവും അധിനിവേശപരവുമായ അഭിലാഷത്തിന്റെ തെളിവാണ് വൈറ്റ് ഹൗസിന്റെ ഗാസ നിർദ്ദേശമെന്ന് ഇതിൽ പറയുകയും ചെയ്യുന്നു. പനാമ കനാലും ഗ്രീൻലാൻഡും ഏറ്റെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ആഹ്വാനങ്ങളെയും ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള തീരുമാനത്തെയും ക്രൂരമായ കൊള്ള എന്നാണ് കിം വിശേഷിപ്പിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.